എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം വീണ്ടും എല്ലാവർക്കും നേരുകയാണ്. നമ്മൾ എന്താ പറയാ, ജീവിതത്തിൽ വലിയ മാറ്റത്തിന്റെ ജീവിതത്തിലൂടെ പോവുകയാണ്. ആ പല കാര്യങ്ങളും പല സമയത്തും പല രീതിയിൽ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്, ഇതൊക്കെ പണ്ടെപ്പോഴോ എവിടെയോ കണ്ട ഒരു സ്വപ്നമല്ലേ, അല്ലെങ്കിൽ എവിടെയോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത മാനിഫെസ്റ്റേഷൻ അല്ലേ എന്നൊക്കെ തോന്നിപ്പോവല്ല, മനസ്സിലാവാറുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഇന്നലെയും ഇന്നുമായി 2 ദിവസം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്റെ പുസ്തകങ്ങളെ സൈൻ ചെയ്യുക മാത്രമായിരുന്നു ജോലി. ആൾക്കാർ നിങ്ങൾ ഓർഡർ ചെയ്ത പുസ്തകങ്ങളെ സൈൻ ചെയ്ത് ഇങ്ങനെ എടുത്തു വെക്കുകയായിരുന്നു പ്രധാനം. അപ്പോ അഡ്മിന്മാർ ഇവിടെ ഇരുന്നിട്ട് എന്നോട് ഇങ്ങനെ പറയായിരുന്നു, എത്രയാ സൈൻ ചെയ്യാനുള്ളത്, സാറിന് സൈൻ ചെയ്യുമ്പോൾ ബോറടിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ബോറടിക്കാറുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല സാറേ, ഭയങ്കര രസാണ് ഇങ്ങനെ സൈൻ ചെയ്ത് ഇത് പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. കാരണം ഒരാൾ പേര് വായിക്കുക, എഴുതുക, എന്നിട്ട് പാക്ക് ചെയ്യുക, എന്നിട്ട് ഒട്ടിക്കുക, അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സൈൻ ചെയ്യുന്നത് ബോറടിക്കാൻ ഒരു കാരണമില്ല. കാരണം വർഷങ്ങളോളം ഇതിങ്ങനെ മനസ്സിൽ കണ്ടു നടന്ന ഒരാളാണ് ഞാൻ. കുറേ ആൾക്കാർ എൻ്റെ പുസ്തകത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതും ആ പുസ്തകത്തിൽ അവരെ മുഖത്തേക്ക് നോക്കിയിട്ട് അവര് പേര് പറഞ്ഞിട്ട് സൈൻ ചെയ്യുന്നതും ഒക്കെ എത്രയോ കാലങ്ങൾ ഇങ്ങനെ ഈ എന്താ പറയാ, ഐമാക്സ് തിയേറ്ററിൽ കാണുന്ന പോലുള്ള വിഷ്വലൈസേഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് സൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങളും ഇതുപോലെ വിഷ്വലൈസ് ചെയ്തോളൂ. എന്റെ പുസ്തകം പോകുന്നതിനെ പോലെ നിങ്ങളുടെ പുസ്തകവും നമുക്ക് ഇങ്ങനെ അയക്കാം. ഇത് പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുക. അത് എപ്പോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും ചോദ്യമില്ല, സംഭവിക്കുക തന്നെ ചെയ്യും. 2 വർഷം കൊണ്ട് 6 പുസ്തകം പുറത്തിറക്കാനുള്ള ധൈര്യം എനിക്കറിയില്ല എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന്. എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അത് എവിടുന്നോ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ധൈര്യമാണ്. ആ പുസ്തകങ്ങൾ ഇന്നിപ്പോ ഒരു സന്തോഷ വർത്തമാനം കൂടിയുണ്ട്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഈ മാസം അല്ലെ, ഈ മാസം പ്രസിദ്ധീകരിച്ച ജീവിത വിജയത്തിന്റെ രഹസ്യവും ലോ ഓഫ് അട്രാക്ഷന്റെ പുസ്തകവും 1ാമത്തെ എഡിഷൻ നാളെയോ മറ്റന്നാളോ കൊണ്ട് തീരും. ഏകദേശം തീർന്നു. ഒരു 90% പുസ്തകങ്ങളും പ്രിന്റ് ചെയ്ത് വന്നത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 10% മാത്രമേ ബാക്കിയുള്ളൂ. എന്നുവെച്ചാൽ വിരലിലെണ്ണാവുന്ന എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അത് എന്റെ ഒരു ആഗ്രഹം, ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ഫിനിഷായിട്ട് പോകണം എന്നുള്ളതാണ്. സംഭവിക്കും. 2 ദിവസം കൂടി സമയമുണ്ട്, സംഭവിക്കും. അത് ഭയങ്കര സന്തോഷം വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മനസ്സൊരു വിസ്മയം എന്ന് പറഞ്ഞ 3ാമത്തെ എഡിഷനിലേക്ക് പോവാണ്. 2ാമത്തെ എഡിഷനും ഒരു 50 പുസ്തകങ്ങളോട് കഴിഞ്ഞാൽ 2ാമത്തെ എഡിഷൻ ഫിനിഷ് ആവും. പിന്നെ ശുഭാപ്തി വിശ്വാസം മാത്രം 2ാമത്തെ എഡിഷൻ ബാക്കിയുണ്ട്. അപ്പോ നല്ലൊരു സ്വീകരണമാണ് എല്ലാ ഭാഗത്തു നിന്നും പുസ്തകത്തിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മാസ്റ്ററിങ് യുവർ ബിസിനസ് സമയം എടുക്കുന്നതാണ്. ഇംഗ്ലീഷ് പുസ്തകമാണ്, അതുകൊണ്ട് വാങ്ങിക്കുന്നവർ കുറവായിരിക്കും. എന്നാലും അത് നന്നായിട്ട് വിറ്റുപോകും എന്നുള്ളതാണ്. ബുക്ക് ചെയ്തവരൊക്കെ പെട്ടെന്ന് സജീവിന്റെ ഒക്കെ അയച്ചു വിട്ടു. ഇന്ന് അയച്ചിട്ടുണ്ട് പുസ്തകം. എല്ലാവരും ഇതുവരെ പേ ചെയ്ത എല്ലാവരും പുസ്തകം ഇന്ന് അയച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസാർ ചോദിക്കുന്നത്, എങ്ങോട്ടാ സാർ ഇത്രയും പുസ്തകം കയറ്റി അയക്കുന്നത്? ഇത്രയും പോസ്റ്റ് ഓഫീസ് അത്രയും പാക്കായിരുന്നു. ഒന്ന് 150 പാക്കറ്റുകൾ, അല്ലെ 6 പുസ്തകങ്ങളുടെ ഒരു കെട്ടല്ല അല്ലെ, 1.5 കിലോളം ഉണ്ട് ഒരു പാക്കറ്റ്. 6 പുസ്തകങ്ങൾ ഒറ്റ കെട്ടുകൾ 150 160ഓളം ഇന്ന് തന്നെ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പൊ ഏറെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എന്തോ സംഭവം എന്നതല്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇഫ് യു വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണോ വേണ്ടത് അത് അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇല്ല. എന്റെയൊക്കെ ജീവിതത്തിൽ മുഴുനീളം നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. അപ്പോ ചില കാര്യങ്ങൾ വേണ്ടാത്തതൊക്കെ നടക്കുന്നുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കുന്ന പിന്നെ 100% ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം വേണ്ടാത്തതും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും, അത് നടക്കുന്നുണ്ടാവും. സ്വാഭാവികമാണ്. അതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല ഞാൻ, കാരണം താല്പര്യമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് പരാമർശിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾക്ക് വേണ്ടതിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, വേണ്ടത് മാത്രം നമ്മൾ നേടുക, വേണ്ടതിന് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് പറയാൻ പോകുന്ന വിഷയവും ഇപ്പൊ പറഞ്ഞ വിഷയം. ആർക്കെങ്കിലും ഹാപ്പി ന്യൂസ് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ, അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബില് ഈ ക്ലാസ്സുകൾ എന്നെ യൂട്യൂബിലേക്ക് ഇടാൻ പ്രേരിപ്പിക്കുന്നത് യൂട്യൂബിൽ നിങ്ങൾ പറയുന്ന കമന്റുകളും ആ സബ്സ്ക്രിപ്ഷനും ഷെയറുകളുമാണ്. അതല്ലെങ്കിൽ ആ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ല. കാരണം നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കുന്ന യൂട്യൂബിലെ ആൾക്കാർക്ക് കൊടുക്കുന്നത് ഇവിടെ പങ്കെടുക്കാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും സപ്പോർട്ടായി മാറുന്നവരുമാണ്. പറ്റുമെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടണമെങ്കിൽ അതിന്റെ യൂട്യൂബിൽ അധികം മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ പരസ്യമൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ ഇനി കുറേ ദിവസങ്ങൾ കുറേ ക്ലാസ്സുകൾ മെമ്പേഴ്സ് ഒള്ളി ആയി മാറും യൂട്യൂബില്. ഈ ഡെയിലി ക്ലാസ്സുകൾ തന്നെ കണ്ടന്റ് ഉള്ള ക്ലാസ്സുകളൊക്കെ മെമ്പേഴ്സ് ഒള്ളി ആയി മാറും. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് യൂട്യൂബിലാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. എനിക്ക് പൈസ അയക്കാനല്ല വേണ്ടത്, അത് യൂട്യൂബിന്റെ ഓപ്ഷനാണ്. അപ്പൊ നിങ്ങൾക്ക് കുറേ പരസ്യങ്ങൾ ഉണ്ടാവില്ല, പിന്നെ ചില കണ്ടന്റുകളൊക്കെ കൂടുതലായിട്ട് അവിടെ വരും, ഒക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായിട്ട് പറയല്ലോ, ഓക്കെ, നമുക്ക് ആർക്ക് സംസാരിക്കാനുള്ളവർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് ഓപ്ഷൻ തരാം. സംസാരിക്കാനുള്ളവർക്ക് അധിക സമയമില്ല, 3-4 പേർക്ക് മാത്രം സംസാരിക്കാം. ആരാച്ച പറഞ്ഞോളൂ. റിസൾട്ട് റിസൾട്ട് ഉണ്ടാക്കിയവരിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ പറയുന്നു? സാറേ ഞാൻ പറയട്ടെ? പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞോളൂ. ഞാൻ കല്ലിന്റെ ടെക്നിക്ക് ഒറ്റ ആൾ പറയൂ. സാറേ ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ബ്രദറുമായിട്ട് ഞാൻ ഒപ്പനോ ചെയ്ത് ഞങ്ങള് പിണക്കങ്ങളൊക്കെ മാറി വന്നു. അവൻ എനിക്ക് ഈ വർഷം വിഷുവിന് കൈനീട്ടം തന്നു, എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. എന്നെ വിളിച്ചു വീട്ടിലോട്ട് നീ വരുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പോയില്ല, പക്ഷെ എനിക്ക് കൈനീട്ടം തന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം കുറെ നാളായിട്ട് അളിയനും ഭയങ്കര പിണക്കത്തിലായിരുന്നു. അതെനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. ഞാൻ രാവിലെ രാധിക മേഡത്തിന് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു. പിന്നെ ഞാൻ സ്ഥലം വിൽക്കേണ്ട കാര്യം സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഏകദേശം രൂപ വന്നു തുടങ്ങി. അത് ഞാൻ മുഴുവനായിട്ട് സാറിനോട് പറയാന്ന് വിചാരിച്ചിട്ടാ. താങ്ക് യു സാർ, താങ്ക് യു. ഫാമിലിക്ക് നല്ല മാച്ചായി അല്ലേ? അതെ, വെരി ഗുഡ്. സന്തോഷം. അത് ഒത്തിരി മനസ്സിനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിഷമിപ്പിച്ചോണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി കൂടുതൽ നല്ല ബന്ധങ്ങളായി മാറാൻ, നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശ്രീജ MK ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നു, എനിക്ക് തൃശ്ശൂർ വന്നതിന് ശേഷം നല്ല പോസിറ്റീവ് ചിന്തകളാണ്. എന്റെ മകളുടെ വിവാഹത്തിന് ആവശ്യമായ ഗോൾഡ് എല്ലാം പണയത്തിലായിരുന്നു, 16 ലക്ഷത്തിന്. അതിൽ ഒരുവിധം മറ്റുള്ളവരുടെ ഗോൾഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, നിനക്ക് ഗോൾഡ് ഞാൻ തരാം, നീ അത് എടുത്തുകൊള്ളൂ എന്ന് ജൂലൈ 30-നുള്ളിൽ എനിക്ക് അതെല്ലാം തിരിച്ചെടുക്കാൻ സാധിച്ചത് യൂണിവേഴ്സിറ്റി. നന്ദി സാർ, താങ്ക് യു വെരി മച്ച്. പ്രിന്റിങ് എത്ര കോപ്പിയാണെന്ന് ഞാനിപ്പോ പറയണോ? എത്ര കോപ്പി ആയിരിക്കും നിശ? മാനസികം 75% സക്സസ് ആയി. കാരണം 75% രമണിയമ്മ 100% മാനസിക സക്സസ് ആയി കഴിഞ്ഞിരിക്കും. അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ 100-ൽ 100ആയി മാറി. മാസ്റ്ററിംഗ് ബിസിനസ് ഒക്കെ ജോസ് പറഞ്ഞിരിക്കുന്നു. മാസ്റ്ററിംഗ് യുവർ ബിസിനസ് ഈസ് ആൻ എക്സലന്റ് ബിസിനസ് ഗൈഡ് ടു എ ബിസിനസ് പീപ്പിൾ. താങ്ക് യു വെരി മച്ച് ജോസ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അടുത്ത ആരാ സംസാരിക്കാൻ വന്ന? സുഹറയാണോ സംസാരിച്ചോ? സാർ, ഞാനേ തൃശ്ശൂർ പ്രോഗ്രാമിന് വന്നതിന്റെ ശേഷം പിന്നെ സാറിന്റെ ആ കല്ല് കയ്യിൽ കിട്ടിയതിന്റെ ശേഷമൊക്കെ പിന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടായത്. എനിക്ക് ഇപ്പൊ സ്വർണത്തിന് നല്ല വില കൂടുതലല്ല. ആ സമയത്ത് തന്നെ ഇന്നെടുത്ത് 1 പവൻ സ്വർണം, പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം 3 പവൻ സ്വർണം വേറെ ഇട്ടു. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുകയാണ്. എങ്ങനെ ഇത് കഴിയണമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവണില്ല. ഇതൊരു ഭാഗ്യം തന്നെയാണ് സാർ. പിന്നെ അതുമല്ല, ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല്, സാറ് പറഞ്ഞില്ല തൃശ്ശൂർ പ്രോഗ്രാമിന് വരാൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, സാറൊക്കെ ഒരു കല്ല് തന്നെങ്കിൽ എങ്ങനെ ഞാൻ സാറോട് പറയുന്നു മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ സാറിന്റെ കയ്യൊപ്പോട് കൂടി ആ പുസ്തകത്തിൽ എഴുത്ത് മേടിക്കാൻ ആ 2 ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ, അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, എങ്ങനെ സാറേ എനിക്ക് മാത്രം കല്ല് തരും? അതായിരുന്നു എന്റെ മനസ്സിൽ. പിന്നെ ഞാനത് എങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു എല്ലാവർക്കും കല്ല് കൊടുത്തപ്പോ.
ഒരുപാട് ഒരുപാട് അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്റെ മോൾക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഉം. അങ്ങനെ ഓ, പറയാൻ തീരാത്ത അത്രയുണ്ട്. ഞാൻ വോയിസ് ആയിട്ട് പറയുന്നുണ്ട്. നല്ല കാര്യം, നല്ല കാര്യം. ജീവിതത്തിൽ ആ, മാറ്റങ്ങളുണ്ട്. നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ തേടി വരും എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചു, അത് നിങ്ങൾക്ക് ലഭിച്ചു. അതിനകത്ത് മറ്റൊന്നുമില്ല. ഞാൻ അതിനകത്ത് വെറും കാരണം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് ലഭിച്ചു. അതിന് നിങ്ങൾ അർഹതയാകുമ്പോൾ ലഭിച്ചു. അത് പറഞ്ഞപ്പോഴേ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനവിടെ കല്ല് കൊണ്ടുവന്നത് ഒരാൾക്ക് ഒരു കല്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് ഒരു പാക്കറ്റ് കല്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു പോകണം ഈ കാര്യം. ഞാൻ ആ ക്ലാസ്സിൽ പറയണമെന്ന് കരുതിയാണ്. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ അബദ്ധങ്ങൾ എപ്പോഴും ചെയ്തു പോകരുത് എന്ന് കരുതിയിട്ടാണ്. അതിന് പ്രത്യേകിച്ച് ഞാൻ എല്ലാവരോടും ഇത്ര കാശ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് പറ്റുന്ന കാശ് കൊടുത്തിട്ട് അത് എടുത്തോളൂ. കാരണം പണം കൊടുക്കാതെ വാങ്ങിച്ചാൽ അതിനൊരു ഗുണമുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് വെച്ചത്. പക്ഷേ ചിലര് സന്തോഷാണ്. എനിക്കത് ചിരിച്ചുകൊണ്ട് പറയണോ, എന്താ പറയാ, മറ്റായിട്ട് പറയണോ, ദേഷ്യപ്പെട്ട് പറയണോ എന്ന് അറിയില്ല. ചില ആൾക്കാർ 4ഉം 5ഉം കല്ലുകൾ കൊണ്ടുപോയി, പാക്കറ്റ് കൊണ്ടുപോയി. ഒരാൾ നിങ്ങൾക്ക് ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നിന്ന് ഞാൻ 10 രൂപ കൊടുത്തിട്ട് 4 കല്ല് കൊണ്ടുപോയ ആൾക്കാരെ എനിക്കറിയാം. 10 രൂപ കൊടുത്ത്. കാശിന്റെ ഒന്നും വിഷയമല്ല, നമുക്ക് അതിൽ വിഷയമല്ല. പക്ഷേ നിങ്ങൾ 4 കല്ല് കൊണ്ടുപോയാലും ഒരു കല്ല് കൊണ്ടുപോയാലും റിസൾട്ട് എടുക്കാൻ ഒന്ന് പോലെ. അപ്പൊ അത്തരം ചിന്തകൾ പൊതുവെ ഇങ്ങനത്തെ നമ്മുടെ അടുത്ത് കുഴപ്പമില്ല, സന്തോഷമാണ്. നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ, മറ്റ് 4 റിസൾട്ട് എടുക്കാൻ പറ്റുന്ന മറ്റു 3 പേർക്ക് കൊടുക്കാൻ പറ്റാതെ ആയിപ്പോയി. കാരണം 360ഓളം കല്ലുകൾ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾക്ക് ആർക്കും, എനിക്കിത് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോലും സാധനം എൻ്റെ കയ്യിൽ ഇല്ലാതെ ആയിപ്പോയി. അപ്പൊ അത് വീണ്ടും ആ കല്ലിന്റെ ഇത് എന്താ പറയാ, എനർജൈസ് ചെയ്തതിന്റെ ഗുണം, ഞാൻ എനർജൈസ് ചെയ്ത് ഓരോ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓരോ ആളുടെയും പേരുകൾ, അതായത് നമ്മൾ അവിടെ പങ്കെടുത്ത 44 ആൾക്കാരുടെയും പേരുകൾ പറഞ്ഞിട്ടാണ് ഞാൻ എനർജൈസ് ചെയ്തത്. അത് ആർക്ക് എന്ത് കിട്ടുന്നല്ല, എല്ലാവരും പേരിലേക്കും വെച്ചിട്ട് എനർജൈസ് ചെയ്തത്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരാൾ 4 കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം വർക്ക് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ചെയ്യട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. പക്ഷെ മറ്റുള്ള അർഹരായ ചിലർക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷയമാണ്. കാരണം ഇപ്പോഴും നമുക്ക് അതിനുശേഷം 15 ദിവസം 10 ദിവസമായിട്ട് ഞാൻ ശ്രമിച്ചത് എനിക്ക് കല്ലുകൾ കിട്ടുന്നില്ല, അതിന് പറ്റിയ കല്ലുകൾ കിട്ടുന്നില്ല. എന്തായാലും സന്തോഷം. പക്ഷെ ഉപയോഗിക്കുന്നവർ ഇനിയും ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ പുസ്തകവും കുറെ പേര് കാശ് കൊടുക്കാതെ കൊണ്ടുപോയിട്ടുണ്ട്. സാരമില്ല, നിങ്ങൾ വായിച്ചോളൂ, വിഷയമല്ല. സന്തോഷം. നിങ്ങൾ വായിച്ച റിസൾട്ട് എടുത്താൽ മാത്രം. ഞാൻ 4 പുസ്തകത്തിന് പൈസ തന്നിട്ടാണ് കൊണ്ടുപോയത്. അല്ല, നിങ്ങളല്ലേ പറഞ്ഞത്? അയ്യോ, നിങ്ങൾ മ്യൂട്ട് ചെയ്തില്ല ഇതുവരെ. ഞാൻ മ്യൂട്ട് ചെയ്യണ്ട. പിന്നെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കോമണിലേക്കാ പോകുന്നത്. പറഞ്ഞോ. ഓക്കെ, ഞാൻ കോമൺ ആയിട്ട് കാര്യം പറയാം. പറഞ്ഞോ. സുഖരൊക്കെ എന്തെങ്കിലും പറയണ്ടോ? പറഞ്ഞോളൂ. എനിക്കാണോ എന്തെങ്കിലും പറയാൻ ഇനിയുണ്ടോ? പറഞ്ഞോ. പറയാന് കൊറേ ഉണ്ട്. ഞാൻ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തോ തിരുവനന്തപുരത്ത് വന്നതുകൊണ്ട് മാത്രമാണ്. എന്റെ മോൾക്കൊരു ജോലി കിട്ടി. ചെറുതായിട്ട് CA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടി. പിന്നെ ഓരോ കാര്യം, പിന്നെ എന്തൊക്കെയാ പറയണ്ടെന്ന് അറിയണില്ല. കൊറേ കാര്യം പറയാനുണ്ട്. സമയല്ലോ വെച്ചിട്ട് പറയാത്താണ്. ഓക്കെ, അത് ഒരു വോയിസ് ആയിട്ട് അയച്ചോളൂ. സുഹറ, ഒരു വോയിസ് ആയിട്ട് അയച്ചോളൂ. പിന്നെ ഒരു കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് കിട്ടാണ്ടായിരുന്നു. അപ്പൊ എന്നോട് ബാങ്കുകാര് പറഞ്ഞ് പൈസ കിട്ടും. ഞാൻ കുടുംബശ്രീ സെക്രട്ടറിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞ് പൈസ അന്ന് കിട്ടൂല പറഞ്ഞ്. അപ്പൊ ഞാൻ ഈ കയ്യില് അഫർമേഷൻ എഴുതി പൈസ കിട്ടും പറഞ്ഞിട്ട് 12 ടെക്നിക്ക് എഴുതി വെച്ചിട്ട് പോയി. പൈസ കിട്ടും പറഞ്ഞിട്ട് ഈ കവറും പൈസ എടുക്കാനുള്ള 15 ലക്ഷം കയ്യിൽ കിട്ടാനുള്ള പൈസ എടുക്കാനുള്ള സാധനം കൊണ്ടുപോയി, കവറും കൊണ്ടുപോയിന്ന്. അപ്പൊ അതേപോലെ പൈസ എന്റെ കയ്യിൽ തന്നു. അതൊരു അത്ഭുതമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ സാറിന്റെ ഒരു മാജിക്കും ടെക്നിക്കും. എന്താ എത്ര പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സാർ. അതൊരു ഭയങ്കര ബ്രില്യന്റ് ഐഡിയ നിങ്ങൾ പറഞ്ഞു. കവർ കൊണ്ടുപോയല്ല, ബാഗ് അടക്കം നിങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോ അത് ഭയങ്കര, അത് വരും. താങ്ക് യു സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി കല്ല് വേണ്ടവർക്ക് എല്ലാവർക്കും തരാം കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്യും. ഞാൻ ഞാൻ പറഞ്ഞില്ല, കല്ല് ഞാനിപ്പോ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. കല്ല് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് കല്ല് തരികയും ചെയ്യാം. കല്ലിന് പ്രോഗ്രാം പുതിയ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പറഞ്ഞോളൂ, അടുത്ത ആള് പറഞ്ഞോളൂ. നാളെ എനിക്ക് അമ്മണീനെ വരുന്നതാണ്. ഞാൻ തന്നെ വെച്ചോ എന്തല്ലോ വീട് പറയാം. ഞാൻ അതിന്റെ ആര് സംസാരിക്കുന്നത്?
യശോദ എന്താണ് യശോദ പറയണേ? പറയണ്ടോ? ഓറും എന്തേലും അവിടെ പോയിട്ട് നോക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ സംസാരിക്കാനല്ലോ. റിസൾട്ട് പറഞ്ഞു. അല്ല സാറേ, ഞാൻ ഒരു കാര്യം പറയാ. എന്റെ മോന്റെ കാര്യത്തില് ഭയങ്കര വ്യത്യാസം വന്നു. ഒരുപാട് ജോലി ഉണ്ടായ ആള്, ഷിപ്പിൽ എഞ്ചിനീയർ ആയി വർക്ക് ചെയ്ത ആളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ വലിയൊരു സ്ഥാപനത്തിന്റെ മാനേജറായിട്ട് ഇപ്പൊ കേറി ഈ 1-ാം തീയതി. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി. കാരണം അവന് ഇഷ്ടപ്പെട്ട ഫീൽഡ് ബസ് ബോഡി ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒരു മാനേജറായിട്ട് അവൻ കയറി. അവന് ഇഷ്ടപ്പെട്ട ജോലി കിട്ടി. അത് എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിരുന്നില്ല. അവനും ഫാമിലിയും വേറെ താമസിക്കുന്നത്. ഞാനിവിടെ ഇപ്പൊ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉള്ളൂ. എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി അവനിങ്ങനെ ഒരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് സാറിന്റെ ഞാൻ ഇതിൽ ചേർന്നതിന് ശേഷം എനിക്ക് വന്നൊരു മഹാത്ഭുതം തന്നെയാ. അവൻ എത്ര നന്നായിട്ട് പെരുമാറിയേ. വിഷുവിന്റെ അന്ന് എന്നോട് നെല്ലിയാമ്പതി പോകാൻ വേണ്ടി വിളിച്ചു. എന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് ഞാൻ പോയില്ല. മരുമകളും വിളിച്ചു. ഭയങ്കര സ്നേഹത്തിലായി ഇപ്പോ. അതല്ലേ എന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു നേട്ടം. ഇനി അവര് ആങ്ങളെയും പെങ്ങളും കുറച്ചൊക്കെ ഒരു പിണക്കുണ്ട്, അതൊക്കെ തീരും. അടുത്ത് തന്നെ വരും. അവള് ബാംഗ്ലൂരിൽ നിന്ന് വരും എന്നെ കൊണ്ടുപോവാൻ. അപ്പൊ അവരായിട്ടുള്ള പിണക്കങ്ങൾ തീരണം. അതാണ് ഇനി എന്റെ ലക്ഷ്യം. അത് തീർത്തുകളെ. ബാക്കി ഈ വരവിൽ നമുക്ക് തീർത്തുകളെ. അതിലേക്ക് എത്തിക്കണം. എന്നിട്ട് ഈ പറമ്പില് തന്നെ മറ്റൊരു വീടും കൂടി പണിയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതാണ് എന്റെ ലക്ഷ്യം. എന്നുവെച്ചാൽ മക്കള് തമ്മിൽ സ്നേഹമായിട്ട് കഴിയണം. അവരുടെ സാന്നിധ്യത്തില് എനിക്ക് ഇനി ഉള്ള കാലം നന്നായിട്ട് ജീവിച്ച് അവരുടെ പിണക്കൊക്കെ തീർന്ന് കണ്ട് നമുക്ക് പോകേണ്ട സമയമായി അങ്ങ് പോകണം. അവരുണ്ടാവണം എൻ്റെ അടുത്ത്. അതാണ് എൻ്റെ ആഗ്രഹം. അത്രേ ഉള്ളൂ. അത് നടക്കും. കാരണം എന്താ അറിയോ, രമണി മാമിന് പറ്റിയ തെറ്റുകൾ മനസ്സിലായല്ലോ അല്ലെ മക്കളെ കാര്യത്തിൽ? ഒരുപാട് മനസ്സിലായി. എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാ. ചോദിക്കുമ്പോഴൊക്കെ പൈസ കൊടുത്തുണ്ടായി തെറ്റാ. അതെന്ന് വെച്ചാല് ഒരാവശ്യം വരുമ്പോ ഞാൻ എൻ്റെ ബ്രദേഴ്സിനോട് സിസ്റ്റേഴ്സിന്റെ ഇന്ന് വരെ വാങ്ങിച്ചു കൊടുക്കും. അവരെല്ലാവരും നല്ല സെറ്റപ്പിൽ ജീവിക്കുന്നു. എല്ലാവരും തരും എൻ്റെ ഒരു ആവശ്യം വന്ന. പക്ഷെ അത് ഭയങ്കര വിനയായിട്ട് മാറി. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങുക. ഷിപ്പിൽ ജോലി ചെയ്ത ആള് ആ സമയത്ത് അവന്റെ മാരേജ് കഴിഞ്ഞത്. ആ മാരേജ് എല്ലാം പോയി. ആ കുട്ടി പോയി. ആ കുട്ടിയെ ഞാൻ MSc വരെ പഠിപ്പിച്ചു ഇവിടെ വന്നിട്ട്. ഇപ്പോഴത്തെ ലൈഫ് ആ കുട്ടി നല്ല ബോധമുള്ള ഒരു കുട്ടിയാ. അതെനിക്ക് കയ്യിൽ കിട്ടിയത്. ചോറ്റാനിക്കര അമ്പലത്തിന്റെ അടുത്തുനിന്ന് ഞാൻ പറയും കൊടുങ്ങല്ലൂർ അമ്മരെ ഒരു അനുഗ്രഹത്തോടു കൂടി ഞാൻ കൊണ്ടുവന്നു. ഇപ്പൊ ആ കുട്ടി നല്ല വിവരമുള്ള ഒരു കുട്ടിയാ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടി എന്ന് വിചാരിച്ച അവരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല കേട്ടാ. അവർക്ക് അവരുടെ ഫ്രീഡം കൊടുത്ത് വേറെ വീട്ടിലെ താമസിക്കുക. എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ വീട്ടില് ഒരു വീട് ഒഴിഞ്ഞു കിടക്കുന്ന. അപ്പൊ അങ്ങോട്ട് മാറി അവര് എല്ലാവരും പറഞ്ഞു. അങ്ങനെ എനിക്ക് ജീവിതത്തിൽ വന്ന ഒരു സന്തോഷം എനിക്ക് പറയാതിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ആലോചിച്ച് ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഇപ്പൊ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഇവിടെ വന്നേക്കണേ. 4-ാം തീയതി തിരിച്ചു പോകും. മകള് വരും. 5-ാം തീയതി ഞങ്ങള് തിരിച്ചു പോകും. വീട്ടുകാരെല്ലാവരും വന്നിട്ട് ആ ബന്ധം ഒന്നും കൂടി ഊഷ്മളമാക്കി നന്നായി രണ്ടുപേരും പരസ്പരം മകള് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടേ സമയമില്ല. രാത്രി 1 മണി വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യും. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ കൂടുന്നത് കേൾക്കണം. കുറച്ച് കേട്ട് കഴിയുമ്പോ അവൾ അതിലേക്ക് വരും. അതുപോലെ ഇപ്പൊ ആ മൂത്ത കുട്ടി ഇപ്പൊ +2 94% മാർക്ക് മേടിച്ച് പാസ്സായി. ബാക്കി വോയിസ് ആയിട്ട് അയച്ചോളൂ കേട്ടോ. നമുക്ക് തീർച്ചയായിട്ടും. താങ്ക് യു. ആദ്യം പറഞ്ഞിരിക്കുന്നു റിസൾട്ട് ഉണ്ട്. ഒരു വോയിസ് ആയിട്ട് അയക്കാം. വോയിസ് ആയിട്ട് അയച്ചോളൂ. ഓക്കെ, ഇനി ബാക്കി എല്ലാവരും പിന്നെ സംസാരിക്കാം. ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പ്രത്യേക ഒരു കാര്യം കൂടി പറയാം. സ്റ്റോൺ ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. സ്റ്റോൺ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്റ്റോൺ എനിക്ക് കിട്ടിയിട്ടില്ല. സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോൺ മെഡിറ്റേഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം ആ സ്റ്റോൺ മെഡിറ്റേഷൻ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ സ്റ്റോൺ അയച്ചു കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരൊറ്റ ഒരു സ്റ്റോൺ എക്സ്ട്രാ അയച്ചു കൊടുക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. കാരണം അത് കുറച്ച് പ്രോസസ്സിലൂടെ കടത്തി കൊണ്ടുപോകുന്നതാണ്. ആ പ്രോസസ്സ് നിങ്ങൾക്ക് അവിടെ ഇത് സ്റ്റോൺ വെച്ചിട്ട് പഠിപ്പിച്ചു തരും. നിങ്ങൾ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യും. അതിനു മുമ്പ് തൃശ്ശൂർ വാങ്ങിച്ചവരുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് എടുക്കൂ. എന്നിട്ട് റിസൾട്ട് അറിയിക്കൂ.
എന്നിട്ട് മതി അടുത്ത സ്റ്റോൺ മേടിച്ച്. സ്റ്റോൺ മേടിച്ചു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. സ്റ്റോൺ മേടിച്ചു വെച്ചാൽ ഒന്നും നിങ്ങൾ അതിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു പട്ടി എറിയാൻ പോലും അതിനോട് ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ ആവശ്യം പറഞ്ഞതാക്കണ്ട. കാരണം മേടിച്ചു വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് മേടിച്ചു വെച്ചുകൊണ്ടൊന്നും എന്താ പറയുക, കുബേര യന്ത്രം മേടിച്ചു വെക്കും, ജീവിതത്തിൽ ധനം വരും എന്നൊക്കെ പറയുന്ന പോലെ പറയാൻ ഞാൻ ആളല്ല. ഇത് പ്രാക്ടീസ് ഉണ്ട്, അതിനകത്ത് നിത്യമായ ഉപാസനയുണ്ട്. അത് ചെയ്തവർക്ക് മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ വാങ്ങിച്ചു വെച്ചിട്ട് ചുവരിലിട്ട് പൂട്ടുന്ന പോലെ, അരിമാരിലിട്ട് പൂട്ടി വെക്കുന്ന പോലെ സ്റ്റോണിന്റെ കവർ പൂട്ടി വെച്ചാൽ റിസൾട്ട് കിട്ടില്ല. അത് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. അപ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്റ്റോൺ മെഡിറ്റേഷൻ ഉള്ളവർക്ക് മാത്രമേ സ്റ്റോൺ അയച്ചു കൊടുക്കുള്ളൂ. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പുറത്ത് എങ്ങനെ തോന്നി, ഇങ്ങനെ കുറച്ചിട്ട് ശാന്ത സാർ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അത് അങ്ങനെയാണ് കേട്ടോ. അതിന് പ്രത്യേക കാരണമുണ്ട്. ഓക്കെ. ശൈലജ ഗുജറാത്ത് മോളുടെ പ്രസവം 10-ാം തീയതി കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. നന്നായി സുഖമായിട്ട് എല്ലാം നടക്കട്ടെ. സന്തോഷം, സുഖമായിട്ട് നിൽക്കട്ടെ. ഓക്കെ, താങ്ക് യു. ചെയ്തോളൂ, എന്നും ചെയ്തോളൂ. 7 days, അത് 7 days കഴിഞ്ഞ് വീണ്ടും 7 days കാര്യം എവിടെ പറഞ്ഞതിനകത്ത്? 7 days ഒരു വീക്കിലുള്ളൂ. വീണ്ടും ചെയ്തോളൂ. 7 days സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ടെക്നിക്ക് പഠിപ്പിച്ചിരുന്നോ? 7 days 7 കെട്ടുകള് ചരടിൽ കെട്ടുന്ന കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. കൺഫ്യൂഷൻ വേണ്ട കേട്ടോ നിഷ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാം റെഡി അല്ലേ? ജസ്റ്റ് സ്റ്റാർട്ട് നൗ. റെഡി ആയവർ മാത്രം കൈവെക്കുക. റെഡി ആയവർ മാത്രം തുടങ്ങിക്കോട്ട്. ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. ക്യാപ്സൂൾ 1 2 3 4. പെട്ടെന്ന് പോട്ടെ. യെസ്, അല്ല കുറവാണ്. പുരുഷോത്തം, പ്രസന്നകുമാരി, മാധവൻ റെഡി മാത്രമല്ല, ഐ ആം ഹാപ്പി ആൻഡ് റെഡി ആണ് നമ്മുടെ വേർഡ്. ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഇത് മറക്കരുത്. ഐ എം ഹാപ്പി ആൻഡ് റെഡി. പെട്ടെന്നായിക്കോട്ടെ. കുറച്ചു നേരം ക്ലാസ് ഉള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം വിളിച്ചത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോ ജീവിത വിജയത്തിന്റെ രഹസ്യം വേണം എന്ന് മനസ്സിലാക്കി ക്ലാസ് അനൗൺസ് ചെയ്തപ്പോ നല്ലോണം ആൾക്കാർ ജോയിൻ ചെയ്തു കേട്ടോ. ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം എല്ലാവർക്കും ജീവിത വിജയത്തിന്റെ രഹസ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ് ഒക്കെ എടുത്ത് എല്ലാം എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ ജോയിൻ ചെയ്തവരെ എണ്ണം നിങ്ങൾ കേൾക്കണോ? കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്താ അമേസിംഗ് ആയിട്ട് ആൾക്കാർ ജോയിൻ ചെയ്തവര് ജീവിത വിജയത്തിന്റെ രഹസ്യം പഠിക്കാനായിട്ട്. കാരണം നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലേ, ഞാൻ കുറച്ചു കാര്യം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും അറിയാൻ, അതായത് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ പല കാര്യങ്ങൾ പഠിച്ചു പോകണമല്ലോ അല്ലെ. ജീവിത വിജയത്തിന്റെ രഹസ്യത്തിന്റെ അഡ്മിഷൻ ഞാൻ ഇപ്പൊ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ആരും ചേരാനുണ്ടെങ്കിൽ അവസാന നിമിഷത്തിൽ മാറ്റിവെക്കരുത്. ഞാൻ പറഞ്ഞിരുന്നു, അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് വേണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ക്ലാസ് നടക്കുക എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ ഇതിനകത്ത് ഉണ്ടാവില്ല. അവസാന നിമിഷം നാളെ ക്ലാസ് ചെയ്യുന്നു എന്നുള്ള അനൗൺസ്മെന്റ് എവിടെയും കേൾക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി പേ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കില്ല കേട്ടോ. അത് അറിയിക്കുക പോലുമില്ല. ആ ക്ലാസ് തുടങ്ങുന്നത് പബ്ലിക്കിൽ അറിയിക്കുക പോലുമില്ല. ഇനി വേണ്ടുന്നവര് ഇപ്പോഴത്തെ അഡ്മിനെ വിളിച്ചിട്ട് ജോയിൻ ചെയ്തു കേട്ടോ. പബ്ലിക്കിൽ ഞാൻ അനൗൺസ് പോലും ചെയ്യുന്നില്ല എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്. അല്ലേ, പെട്ടെന്ന് ലാസ്റ്റ് നിമിഷത്തിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനില്ല. അങ്ങനെ ഓപ്ഷനെ ജീവിത വിജയത്തിന്റെ രഹസ്യത്തിനകത്തില്ല. കാരണം അതൊരു രഹസ്യമായ കാര്യമാണ്. പരസ്യമാക്കാൻ നമുക്ക് തൽക്കാലം സാധ്യമല്ലാത്തതുകൊണ്ട്. ഓക്കെ സാർ, പൈസ 20,000 അടച്ചു, 2,000 അടച്ചു, ബാലൻസ് ഉണ്ടെങ്കിൽ ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ അഡ്വാൻസ് പേ ചെയ്താൽ മതി ഗിരിജ, നോ പ്രോബ്ലം. ബാക്കി പതുക്കെ അടച്ചാൽ മതി. അത് ക്ലാസ് തുടങ്ങുമ്പോൾ അടച്ചാൽ മതി. ക്ലാസ് തുടങ്ങാൻ ഞാൻ തിരിച്ചു പോയതിനു ശേഷമൊക്കെ ആയിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അതിനനുസരിച്ചാണ് ആ ക്ലാസ് ഫോം ചെയ്യുന്നത്. ഓരോ ആളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ക്ലാസ് മറ്റു ക്ലാസ്സുകളെ പോലെ കോമൺ ക്ലാസ് അല്ല, ഇൻഡിവിജ്വൽ ആണ്. നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കും മറ്റുള്ള ഓരോ പഠിതാക്കളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ക്ലാസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മുമ്പേ പേ ചെയ്ത് കൺഫേം ചെയ്തവർക്ക് മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റവർക്ക് ജോയിൻ ചെയ്താൽ ഒന്നും പിടികിട്ടില്ല. ഓക്കെ, റൈറ്റ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക് അറിയുന്നവർക്ക് പെട്ടെന്ന് പറഞ്ഞോളൂ. ആർക്കാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ആവശ്യമുള്ളത്? ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക്, അതായത് ഇന്നത്തെ ക്ലാസ്സിൽ ടോപ്പിക്കിൽ ഏറെ ആകൃഷ്ടരായ ആൾ, ഇത് എന്നെ തന്നെയാണ്, എനിക്ക് തന്നെയാണെന്ന് പറയുന്നവർ മാത്രം ടൈപ്പ് ചെയ്തോളൂ. ഇന്നത്തെ ടോപ്പിക് എന്നെ സംബന്ധിച്ചൊരു വിഷയമാണ്
എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ചിന്തിച്ചിട്ട് വേണം ചെയ്യാനേ. പെട്ടുപോവേ. മീ എന്നൊന്നും പറയണ്ട, ശ്രദ്ധിച്ചു പറയൂ. കടമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ എനിക്ക് ക്ലാസ് വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് കടമുണ്ട് എന്നാണ് കേട്ടോ. അറിയാതെ മനസ്സിലാക്കിക്കോളൂ. ഇനിയിപ്പോ ടൈപ്പിങ്ങിന്റെ സ്പീഡ് കുറയും അല്ലെ? ഇനിയിപ്പോ ക്ലാസ്സിന്റെ സ്പീഡ് കുറയും. ഇല്ല, പോരട്ടെ പോരട്ടെ. ഇന്ന് കടമല്ല, ഇന്നത്തെ ബാധ്യതയെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് തിരിച്ചടക്കാൻ പറ്റാത്ത കടത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്ത് ചെയ്യും? ഓക്കെ, എന്തായാലും ആവട്ടെ, നല്ല കാര്യം. ടൈപ്പ് എല്ലാവർക്കും വേണം. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞു പോകാം. എല്ലാം റെഡി ആണല്ലോ അല്ലെ? കേൾക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ റെഡി ആണല്ലോ അല്ലെ? പക്ഷേ അങ്ങനെ പഠിക്കാനും അറിയാനും റെഡിയായി കഴിഞ്ഞാൽ ഇത്ര ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചു? ഒരു എക്സാം നടത്തിയാലും ഇത്രകാലം ഇടയ്ക്ക് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ, കഴിഞ്ഞ 2-3 മാസം പഠിപ്പിച്ച കാര്യത്തിന് ഒരു ടെസ്റ്റ് ഇട്ടാലോ എന്ത് സംഭവിക്കും? എത്ര പേര് പങ്കെടുക്കും അതില്? ഞാൻ 1 മാസമായിട്ട് ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരു ടെസ്റ്റ് ഒരു ദിവസം എടുക്കുകയാണ്. ഇവിടെ എത്ര പേര് പാസ്സാവും? ഇത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേഷൻ സമയത്ത് ചോദിച്ചിട്ട് അബദ്ധമായി പോയതുപോലെയാണ്. സന്തോഷത്തിന്റെ താക്കോലുകൾ കയ്യിലുള്ള എത്ര പേരുണ്ട്? സന്തോഷത്തിന്റെ താക്കോൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രാവിലെ വിട്ടുപോയി അവസാനം ചോദിച്ചിട്ട്, അല്ലേ? അതുപോലെയാണ് പലപ്പോഴും നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ മറന്നു പോകുന്നു എന്നതുകൊണ്ടാണ്. പഠിപ്പിച്ചത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് റിസൾട്ട് കുറവായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കാര്യം ഇത്രയാണ്. കടമുള്ളപ്പോൾ അല്ലെങ്കിൽ ബാധ്യതയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അറിയുന്നവരുണ്ടോ? ആൾക്കാർ ആരെങ്കിലും അറിയുന്നവര് ഒന്ന് മറുപടി പറയാമോ? എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്കറിയാം സാറേ, എന്ത് ചെയ്യണമെന്ന് അറിയാം, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അറിയാൻ പറ്റും എന്ത് ചെയ്യണമെന്ന്. എനിക്കറിയാം, പക്ഷെ അത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇല്ലല്ലേ? ആരുമില്ല. കടമുള്ളപ്പോ എന്ത് ചെയ്യണം? ഐ ഡോണ്ട് നോ എന്നറിയാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സന്തോഷം, നല്ല കാര്യം. നോക്കൂ, ചിലവ് കുറച്ച് ജീവിക്കണം, അറിയില്ല. ഒരൊറ്റ കാര്യം ചോദിച്ചോളാം. ബാധ്യതയാണോ അല്ലെങ്കിൽ തിരിച്ചു നൽകാൻ പറ്റാത്ത കടമാണോ നമ്മളുടെ യഥാർത്ഥ പ്രശ്നം, അല്ലെങ്കിൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതാണോ നമ്മുടെ യഥാർത്ഥ വിഷയം? 1 or 2? യെസ്, എല്ലാവരും 2 എന്ന് പറയും അല്ലെ? കടത്തെക്കാളും നമ്മളുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ കടമാണ് 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 അടക്കാനുണ്ട്. അയ്യോ, ഞാൻ എങ്ങനെ അടക്കും? അയ്യോ, അതെങ്ങനെ ശരിയാവും? ഇതെങ്ങനെ ശരിയാവും എന്ന് ആലോചിച്ച് നടക്കുന്നതല്ലേ യഥാർത്ഥ വിഷയം? അടുത്ത മാസം അടക്കേണ്ട EMIയുടെ ആദി ഇപ്പോഴേ തുടങ്ങി. എന്താ തുടങ്ങിയെന്നറിയോ? ആദി എന്താണെന്നറിയോ? ആദി എങ്ങനെ ഞാൻ അടക്കും? അപ്പോൾ എന്താണ് സംഭവിക്കുക? ഒരിക്കൽ പോലും എങ്ങനെ ആ ലോൺ ഞാൻ അടക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ ഞാൻ പൈസ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ വരവിനനുസരിച്ച് ചെലവുകളെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടതിന്റെ, അതായത് വരവ് കൂട്ടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കുറച്ചും കൂടി ജോലി ചെയ്ത് കളയാം, എന്നിട്ട് കാശുണ്ടാക്കിയിട്ട് കൂടുതൽ കാശുകാരനാവാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഉണ്ട് എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യം പറയാം, യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ, ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? കുറച്ചുകൂടി പൈസ വേണമായിരുന്നു ചിന്തിച്ചിട്ടുണ്ട്, പണിയെടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല.
ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒറ്റ കാര്യം ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഉണ്ട് എന്ന് പറഞ്ഞവരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും. അവർ കുറച്ചും കൂടി കാശ് വേണമെന്ന് അല്ല ചിന്തിച്ചത്, കുറച്ചും കൂടി ലോൺ എവിടെന്നെങ്കിലും കടം കിട്ടുമോ എന്നാണ് ചിന്തിച്ചത്. കുറച്ചും കൂടി എവിടുന്നെങ്കിലും പൈസ മേടിച്ചിട്ട് ഇതൊന്നും അടക്കാൻ പറ്റുമോ എന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളത്. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ലോൺ ഉള്ള ആൾക്കാർ ഒരു ഹാബിറ്റ് ഉണ്ട്, ഈ ലോൺ അടക്കണം, ഈ ലോൺ അടക്കണമെന്ന് ചിന്തിച്ചിട്ട് അവർ അടുത്ത നിമിഷത്തെ എന്താ ആലോചിക്കാന്നറിയോ, കുറച്ചും കൂടി ഹയർ ലോൺ എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ലോണും അടക്കാം, മറ്റേ ലോണും അടക്കാം, കുറച്ച് പൈസ കയ്യിൽ ബാക്കി വരികയും ചെയ്യും. ഇങ്ങനെയല്ലേ അധികം ചിന്തിക്കാം? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ലോൺ ഉള്ളവർ അധികം, അതായത് അടക്കാൻ പറ്റാത്ത ലോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിക്കുന്നത് എന്താ അറിയോ, വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നും കുറച്ചും കൂടി ലോൺ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോണും അടക്കാം, കുറച്ച് എന്ത് ചെലവിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ ചെയ്യാം, എന്നിട്ട് സമാധാനമാകാം എന്ന് തന്നെ ചിന്തിക്കുള്ളൂ. ഇല്ല എന്ന് നിങ്ങൾ ആരും പറയണ്ട. 99% ആൾക്കാരും അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പോൾ ഒരിക്കൽ പോലും അവർ ചിന്തിക്കുന്നില്ല, അത് പിന്നെ ഞാൻ എങ്ങനെ അടക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. നോക്കൂ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കോൺസെപ്റ്റ് ഇത്ര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു 3 നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. ഈ 3 നിയമങ്ങൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്, ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു. ലോൺ എങ്ങനെ അടക്കും എന്ന് ചിന്തിക്കുന്നവൻ എന്തായിത്തീരും? നിങ്ങൾക്ക് തന്നെ അറിയാം. യൂട്യൂബിൽ വീഡിയോ കാണുന്നവരോട് പറയാനുള്ള കാര്യം, ലോൺ എങ്ങനെ അടക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലോണിനെ പറ്റി ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുന്നയാൾ, തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്നയാൾക്ക് ഒരിക്കലും അതിനകത്ത് പുറത്തു കടക്കാൻ സാധിക്കില്ല. ഇത് പ്രപഞ്ച നിയമമാണ്, നമ്മളായിട്ട് ഉണ്ടാക്കിയ നിയമമല്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾക്കത് സംഭവിക്കും. എല്ലാവർക്കും. ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്തവർ എന്തിനാണ് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത്? ശ്രദ്ധിക്കേ വേണ്ടല്ലോ. കടമില്ലാത്തവൻ കടത്തെ പറ്റി പറയുമ്പോൾ എന്തിനാ കേൾക്കണേ? ഒരാവശ്യമില്ല. കാരണം കടമുള്ളവന് മാത്രമേ ഇതിന്റെ കാര്യങ്ങളെ അറിയുള്ളൂ, ഇല്ലാത്തവൻ അറിയില്ല. വിശക്കുന്നവനെ വിശപ്പിന്റെ കാഠിന്യം അറിയുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോ നമ്മൾ എപ്പോഴും, അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, എന്ത് ചിന്തിക്കുന്നുവോ അത് മാറ്റാൻ നമുക്ക് പറ്റണം. നിങ്ങളുടെ ചിന്തകളെ മാറ്റുവിൻ, നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടുന്നത് കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എന്താ? ലോ ഓഫ് അട്രാക്ഷൻ ഇതാണ്. ഡീറ്റെയിൽസ് ആയിട്ട് ഈ കാര്യം എങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാണത് മാറ്റുന്നത് എന്നൊക്കെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. പുതിയൊരു അപ്ഡേഷൻ കൂടി പറയാനുണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സുകൾ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടി പുതിയൊരു ന്യൂസും കൂടി പറയാനുള്ളത്, ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ ഒരു 5 പുതിയ ടെക്നിക്കുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ ബാധ്യതകളെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് ഒഴിവാക്കാം. കടബാധ്യതകളെ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം എന്നതിന്റെ 3 ടെക്നിക്കുകൾ അടങ്ങിയ ക്ലാസ് പുതിയതായിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി സെയിലിന്റെ കാര്യം. ഞാൻ ഒരു ക്ലാസ് അതിനിട്ടിട്ട് ഇനി 2 ക്ലാസ്സുകൾ അതിനകത്ത് ചെയ്യാനുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ വരുമാനം എങ്ങനെ കൂട്ടാം. നമ്മുടെ നിലവിലുള്ള വരുമാനം കൂട്ടാനുള്ള 2 ടെക്നിക്കുകൾ കൂടി ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ പുതിയതായിട്ട് 7 ക്ലാസ്സുകൾ കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ, ആവശ്യമുള്ളവർ, ലോ ഓഫ് അട്രാക്ഷൻ ഉള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളുക. എന്നിട്ട് അതിനകത്ത് പഠിക്കുക എങ്ങനെയാണ് നമ്മൾ കടബാധ്യതകളെ ആ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പുറത്തു കടക്കുന്നത്. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റോൺ ടെക്നിക്കുകൾ ആഡ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിംഗ് ടെക്നിക്കുകൾ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പല ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്കൽ ബാധ്യതയിൽ മേൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കും. ഏത് ടെക്നിക്ക് എടുക്കുമ്പോഴും അതിനെ നമുക്ക് എങ്ങനെയാണ് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് പുതിയ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് ബന്ധപ്പെട്ട്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക്
കടബാധ്യതകളിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാമെന്നതിന്റെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിന് അത്രയേ ഉള്ളൂ, പൈസ 2000 രൂപയുള്ളൂ. അത് തുടങ്ങിയ കാലം മുതൽ 2000 രൂപ തന്നെയാണ്, ഇപ്പോഴും 2000 രൂപ തന്നെയാണ് അതിന് ചാർജ് ചെയ്യുന്നുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. ഇനിയിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളൊക്കെ ലൈവ് ക്ലാസ്സുകളായിരിക്കും കേട്ടോ. റെക്കോർഡിംഗ് ക്ലാസ്സുകളിൽ കഴിഞ്ഞിട്ട് ലൈവ് ക്ലാസ്സുകൾ, വളരെ ആക്റ്റീവായ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഈ ഏപ്രിൽ മാസം മുതൽ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോ ഒന്നാമത്തെ കാര്യം, ഏത് കടബാധ്യതകളെയും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വെച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്. രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോ ഓഫ് ഫോക്കസ് എന്ന്. എന്തുകൊണ്ടാണെന്ന് ലോ ഓഫ് ഫോക്കസിനെ പറ്റി പറയുന്നത്? നിങ്ങൾ കടബാധ്യതകളെ പറ്റിയിട്ടാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ കടബാധ്യതയെയാണ് കൂടുതൽ സമയം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് സംഭവിക്കുക? ഏതാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് കൂടുതൽ നമ്മളിൽ ആകർഷിക്കപ്പെടും, അല്ലെ? ഏതിലാണോ നമ്മൾ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ കടത്തെ പറ്റിയിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ കടം നമ്മളിൽ കൂടും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ധനത്തെ പറ്റി ശ്രദ്ധിക്കണം. ധനത്തെ പറ്റിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ എങ്ങനെയാണ് സ്കേർസിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇതിനെയാണ് ലോ ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത്. സ്കേർസിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും, അതായത് ഇല്ലായ്മയിൽ നിന്നും ഉള്ളതിലേക്ക് നമ്മൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടും? ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇതല്ലേ യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന വിഷയം. ഉള്ളതിനെ പറ്റിയിട്ട് ആ ഓർത്ത് വ്യാകുലപ്പെട്ട്, ഇല്ലാത്തതിനെ പറ്റി ഓർത്ത് വ്യാകുലപ്പെടുന്നതല്ലാതെ ഉള്ളതിനെ പറ്റിയിട്ട് എത്രത്തോളം നമ്മൾ പറഞ്ഞു നടക്കുന്നുണ്ട്? ലോ ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഈ നിയമമാണ് കൃത്യമായി നമുക്ക് വേണ്ടതിനെ ഫോക്കസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നതിന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതെങ്ങനെ കൊടുത്തു തീരുമെന്ന് വ്യാകുലപ്പെടാതെ കണ്ട് ഇന്നുന്ന വഴികളിലൂടെ നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തകളിലേക്ക് മാറുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ലോ ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന നിയമം. ഇനി മൂന്നാമത്തെ നിയമം ലോ ഓഫ് കോൺസെൻട്രേഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? ലോ ഓഫ് കർമ്മ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാം അല്ലെ? ലോ ഓഫ് കർമ്മ എന്താന്നുള്ളത്, നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ തുല്യമായ പ്രതിഫലം നമുക്ക് ലഭിക്കും. അപ്പൊ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? എങ്ങനെയാണ് കടം സംഭവിച്ചത്? എങ്ങനെയാണ് ബാധ്യത നമ്മളിൽ എത്തിയത്? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ നടന്നു പോകുമ്പോൾ വന്ന സാധനമാണ് ഈ ബാധ്യത എന്ന് പറയുന്നത്? അല്ലല്ലോ അല്ലെ? ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ആരും എന്റെ മേക്കിട്ട് കയറരുത്. ഒറ്റ കാര്യം ചോദിച്ചു വരാം. നമുക്ക് മക്കളുണ്ട്, എല്ലാവർക്കും മക്കളുണ്ട് അല്ലെ? എല്ലാവർക്കും മക്കളുണ്ടെന്ന് കരുതിക്കോ. പ്രത്യേകിച്ച് നമുക്ക് പെൺമക്കളുണ്ട്. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അധികം ആൾക്കാർ ലോൺ എടുക്കുന്നത്, സ്വർണം എടുക്കാനും മറ്റുള്ളവർക്ക് അല്ലെ? എല്ലാവരും അതിനാണല്ലോ ചെയ്യുന്നത്. ഈ പെൺമക്കൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ മാത്രമാണോ പെൺമക്കൾ ഉണ്ട് എന്ന ബോധം നമുക്ക് വന്നത്? അല്ലല്ലോ. ഒരു 25 വർഷമായിട്ടും അത് കൂടെയുള്ള സാധനമല്ലേ? ആ 25 വർഷമായിട്ടും നമ്മൾ ഒരു കാര്യം അതിനുവേണ്ടി ചെയ്യാത്ത, നമ്മൾ 25 വർഷമായിട്ടും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത നമ്മൾ കല്യാണം കഴിയുന്ന സമയത്ത് 15 ദിവസം, ഒരു മാസം ഓടി നടന്ന് അവിടുന്ന് ഇവിടുന്നും ഒക്കെ കടം വാങ്ങിച്ച് ആർഭാടപൂർവ്വം ആ കല്യാണം കഴിച്ച് അവക്ക് കൊടുക്കാനുള്ള സ്വർണവും പൊന്നും ഒക്കെ കടമായിട്ട് കൊടുത്തിട്ട് പിന്നെയുള്ള 10-15 വർഷക്കാലം എങ്ങനെയാ നമ്മുടെ ജീവിതം? പിന്നെ ഈ കടം വീട്ടാനുള്ള തത്രപ്പാടിൽ ഓടി നടക്കുക അല്ലെ? 25 വർഷം മുമ്പേ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം 1000 രൂപ വെച്ചിട്ടാണ്, ഒരു മാസം 1000 രൂപ വെച്ചിട്ട്
എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അച്ഛനമ്മമാരോട് ഉണ്ടോ? ഉണ്ടാകുമോ? 1000 രൂപ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ വയസ്സിൽ 1000 രൂപ വെച്ചാൽ ഒരു വർഷം 12,000 രൂപയാകും. 1000 രൂപ വെക്കാവുണ്ട് ഇന്നത്തെ 12,000 രൂപയാവും. അതിനൊന്ന് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിലേക്ക് മാറ്റി നോക്കൂ. 25 വർഷം കഴിയുമ്പോൾ അത് എത്ര കോടി രൂപയായി മാറുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു ബർത്ത്ഡേക്ക് കുഞ്ഞിയുടെ എല്ലാവരും കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. എത്ര രൂപ എന്നറിയോ? 5ഉം 10ഉം 1000 രൂപ ചെലവാക്കിയിട്ട് കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കും. ഞാനത് പറഞ്ഞു വന്ന് കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യമുള്ളൂ. യെസ്, ഞാൻ സ്വർണം ഓരോ ബർത്ത്ഡേക്കും വാങ്ങി വെച്ചു. വെരി ഗുഡ് സുധാകുമാരി. അതാണ് അതാണ് ശരിക്കും ഇത്. ഓരോ വർഷത്തിലും സ്വർണം വാങ്ങിച്ചു വെക്കുക, ബർത്ത്ഡേക്ക് കൊടുക്കണം. 10,000 രൂപയും 25,000 രൂപയും ബർത്ത്ഡേക്ക് വേണ്ടി ചെലവാക്കുന്ന ഫാമിലിയെ നമുക്കറിയാം. 1 പവൻ സ്വർണം കിട്ടും. വാങ്ങിച്ചു നോക്കുക. ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. കർമ്മ ഫലം അവിടെയാണ്. നമ്മൾ എന്ത് ചെയ്തുവോ അതിന്റെ ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് ലഭിക്കുകയും ചെയ്യും. അല്ലേ? ഞാൻ എല്ലാ മാസവും പ്രജീഷ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും 1000 രൂപ ഇടുന്നു 9 വയസ്സ് മുതൽ. എത്രയാവുന്നറിയോ? അപ്പോഴേക്കും നമ്മളൊന്ന് ആലോചിച്ചു. ഞാനിപ്പോ കാൽക്കുലേഷനിലേക്ക് പോകുന്നില്ല. എത്ര ലക്ഷം രൂപ ഉണ്ടാവുമെന്നറിയോ? അത് മതി ആ കുട്ടിയുടെ കല്യാണത്തിന്. നമ്മൾ എന്താ ചെയ്യുന്നറിയോ? എവിടുന്നെങ്കിലും കടം മേടിച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ച് ഏറ്റവും ആർഭാടമായ സദ്യയും കൊടുത്ത് ഏറ്റവും ആർഭാടമായ രീതിയിലുള്ള ഞാൻ മിനിയാന്ന് പറയണ്ടായി, ഒറ്റ ദിവസം ഉപയോഗിക്കാനുള്ള സാരിക്ക് 1.5 ലക്ഷം രൂപ വില. കടമായിട്ട് മേടിക്കുന്ന പൈസ. പോകുന്നില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല, നിർത്തി. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ലോ ഓഫ് കർമ്മ എന്ന് പറയുന്ന കാര്യം ഓർക്കുക. കടമുള്ളവർ ഏറ്റവും ശ്രദ്ധിക്കണം. ഞാൻ ചെയ്തത് തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ തിരിച്ചു ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചനുഭവിക്കുകയും ചെയ്യും. അല്ലെ? അവിടെ നമുക്ക് നല്ലതിനെ പറ്റി ചിന്തിക്കാം, നല്ലത് പറ്റി മാത്രം ആലോചിക്കുക. ഇതും ഞാൻ പറഞ്ഞ ജേർണി ടു ഹാപ്പിനെസ്സിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പോകുന്ന ഒരു കാര്യമാണ് ഈ കർമ്മ നിയമവും കാര്യങ്ങളും ഒക്കെ. കർമ്മ നിയമം എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് മറ്റേ ഇത് എന്താ പറയാ, മുൻജന്മ കർമ്മമെന്നോ പിൻജന്മ കർമ്മങ്ങളെന്നോ അതിലേക്കൊന്നും പോയി സമയം കളയരുത് കേട്ടോ. അതൊന്നുമല്ല, ഇത് ഇവിടുത്തെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ കടരഹിതമായ ജീവിതത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ എന്റെ വരുമാനം ഓരോ ദിവസവും കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 10,000 രൂപ അല്ലെങ്കിൽ എന്താ പറയാ മാസ അടവ്. ഒരു ഉദാഹരണം ഞാൻ പറയും, ഇതെല്ലാം ഞാൻ ഉദാഹരണ രൂപം നിങ്ങളോട് പറയുന്നു. EMI അടക്കാനുണ്ട് നമുക്ക്. 12,500 രൂപയാണ് EMI ഉള്ളതെങ്കിൽ എത്ര പേര് നമ്മളിൽ പൈസ ഉണ്ടായിട്ട് പോലും ഒരു 15,000 രൂപ വെച്ച് ബാങ്കിൽ തിരിച്ചടവ് നടത്തിയവരുണ്ടോ? 12,500 രൂപയാണ് EMI അവര് ഫിക്സ് ചെയ്ത എമൗണ്ട്. നമ്മളൊരു 15,000 രൂപ അക്കൗണ്ടിൽ ഇട്ടേക്കാമെന്ന് കരുതുന്ന എത്ര പേരുടെ ഉണ്ട്? വളരെ റെയർ ആണ് അല്ലെ? കഴിവതും 12,500 ആണ് ലോൺ ഉള്ളെങ്കിൽ 12,000 അടക്കാൻ പറ്റുമെന്ന് ആലോചിക്കും. അല്ലെങ്കിൽ 10,000 അടച്ചിട്ട് ഒരു ബാക്കി അടുത്ത മാസം അടക്കാട്ടോ. 15,000 അടക്കാൻ സാധിക്കുമോ? 1,500 രൂപ അല്ലെ 2,500 രൂപയാണ് കൂടുതൽ കയ്യിൽ നിന്ന് പോകുന്നത്. അങ്ങനെ പോയാൽ കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ കുറവ് എത്രയാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഇടക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. അല്ലെങ്കിൽ പറ്റുമെന്ന് ബാങ്കിലെ മാനേജറൊക്കെ പോയി ചോദിക്കണം, സാറേ എന്റെ 12,500 ആണ് ബാങ്ക് അടവുള്ളത്, ഞാനൊരു മാസം 20,000 വെച്ച് അടക്കുന്നു, നിങ്ങൾ എന്ത് പറയുന്നു? തൊട്ടടുത്ത അയാൾ നിമിഷം പറയും, വേണ്ട കേട്ടോ, ഒന്നും അടക്കണ്ട, നിങ്ങൾ വേറെ ആവശ്യത്തിന് ഉപയോഗിച്ചോ. കാരണം എന്താണെന്നറിയോ? അയാൾ ഇങ്ങോട്ട് തരണം കാശിന് നിങ്ങൾ. അതുകൊണ്ടാണ് ആ കണക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ ഞാൻ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ വിശദമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വളരെ കൃത്യമായി അത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക എന്ന്. ലോൺ വളരെ കുറവാണ്, എമൗണ്ട് നമ്മൾ അടക്കുന്ന ഇൻട്രസ്റ്റ് വളരെ കുറവായി മാറുന്നു. അപ്പോ ലോ ഓഫ് ഫോക്കസ്, ലോ ഓഫ് ഇത് നമ്മുടെ കർമ്മ നിയമങ്ങളൊക്കെ നമുക്ക്. മറ്റൊരു നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോ ഓഫ് കോമ്പൻസേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? പ്രതിഫലത്തിന്റെ നിയമം. നമുക്ക് എന്താണ് ലഭിക്കേണ്ടത്? നമ്മൾ എങ്ങനെയാണ് നമുക്ക് കാശ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് കാശ് ഇല്ലാത്തത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും?
കടം വരുന്നത് വരുന്നത് എന്തുകൊണ്ടാ? കാശ് കൊടുക്കാൻ കിട്ടാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് കാശ് എനിക്ക് കിട്ടാത്തത്? അതിനെ പറ്റിയിട്ട് ഇത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഒന്നുമല്ല, അത് തന്നെയാ പറഞ്ഞത്. നമ്മൾ മണിയെ പറ്റി എപ്പോഴും പറയാറുണ്ട്, മണി എന്ന് പറഞ്ഞ മറ്റൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും സമയവും കൂട്ടിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് മണി എന്ന് പറയുന്നത്. അപ്പോ മണി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തത്തുല്യമായ എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും തത്തുല്യമായ പ്രവർത്തനം നമ്മൾ നടത്തുകയും ചെയ്യണം. ഇതാണ് ലോ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, പ്രതിഫലത്തിന്റെ നിയമം. ഈ പ്രതിഫലം നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അതിന് നമ്മുടെ ബാധ്യതകളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. ഇത് യൂണിവേഴ്സൽ തത്വങ്ങളാണ്. ഞാൻ മറ്റു കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇതാക്കുന്നില്ല. നോക്കൂ, ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള, ജേണി ടു ഹാപ്പിനെസ് പോലുള്ള നല്ല ക്ലാസ്സുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ ലഘൂകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കുന്ന ആളുകളാണ് ഉണ്ടായെങ്കിൽ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ 100% റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. ഒരു ഡൗട്ടും ഇല്ല. ചെയ്തതൊക്കെ 100% വിജയിക്കുന്ന ക്ലാസ്സുകൾ. അപ്പൊ മറ്റു കുറേ നിയമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കുറ്റബോധമാണ് നമ്മുടെ എപ്പോഴും, കുറ്റബോധത്തിൽ പെട്ടുകിടക്കുന്നതാണ് നമുക്ക് എപ്പോഴും കടബാധ്യതയിൽ നിന്ന് വിട്ടുപോകാൻ ഏറ്റവും പ്രയാസകരമായ മാർഗം. അപ്പൊ ലോ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്, ഫോർഗീവ്നെസ് ചെയ്യാൻ, ഇതിൽ ഞാൻ വളരെ കൃത്യമായി ധനത്തിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ലോ ഫോർഗീവ്നെസിന്റെ മലയാള ജീവിത വിജയത്തിന്റെ പുസ്തകം വായിച്ചാൽ അറിയും ഫോർഗീവ്നെസിന്റെ പ്രാധാന്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ പണ ആഗമനവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നത്. ജീവിതത്തിൽ സമ്പത്തിന്റെ പ്രാധാന്യവും, അല്ലെങ്കിൽ 53-ാമത്തെ പേജ് വളരെ 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 ഡീറ്റെയിൽസ് ആയിട്ട് ഈ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മളിൽ പൈസ വരുന്നില്ല? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്? ആ റീസൺ ആണ് നമ്മൾ അറിയേണ്ടത്. എന്തുകൊണ്ട് നമുക്ക് കാശ് ഉണ്ടാവണം? സമ്പത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെയൊക്കെ ഫോർഗീവ്നെസ്സിന് എന്താണ് ചെയ്യാനുള്ളത്? ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡിനും എന്താണ് ചെയ്യാനുള്ളത്? എന്തുകൊണ്ട് നിത്യവും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം? നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റപ്പെടുത്തലാണ്, അതായത് മനസ്സിലെ കുറ്റപ്പെടുത്തലുകളാണ്, സ്വയം അധിക്ഷേപങ്ങളാണ്, സ്വയം ചെയ്തു വെച്ച സാമ്പത്തിക തെറ്റുകളിലുള്ള വൈബ്രേഷൻ ലെവലുകൾ കുറഞ്ഞതാണ് നമുക്ക് അതിൽ നിന്നും വിട്ടുപോകാനുള്ള ഏറ്റവും വലിയ തടസ്സമായി മാറുന്നത്. അവനവനോട് ക്ഷമിക്കുകയും അവനവനോട് പൊറുക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെ മനസ്സിലാക്കുകയും അവർക്ക് ഓരോടും പുറത്തു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്താനുള്ള ലളിതമായ മാർഗം. പക്ഷെ അത് ചെയ്യാൻ തയ്യാറാവാത്ത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കടത്തെപ്പറ്റി പറഞ്ഞു നടക്കുന്നവൻ എന്നും പരാതിയായിരിക്കും. ആരോടെന്നറിയോ? അവനവനോട് തന്നെ. ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിത് ആവില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ പറഞ്ഞു നടക്കും. രക്ഷയില്ല കേട്ടോ. ആ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ നിന്നും ഉയരാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ല. അതുപോലെ തന്നെ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരാവുക. എന്തിനാണ്? ലഭിച്ചതിനൊക്കെ നന്ദി. എനിക്ക് ആ ലോൺ തന്ന വ്യക്തിയോട് നന്ദി, കടം തന്ന വ്യക്തിയോട് നന്ദി. എത്ര പേർക്കുണ്ട് കടം കിട്ടുമ്പോഴല്ലാതെ നന്ദി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ അവൻ ചോദിക്കുമ്പോൾ നന്ദി പറയുന്നവർ എത്ര പേരുണ്ട്? താങ്ക് യു കേട്ടോ എന്ന് പറയാൻ പറ്റുന്നു. തിരിച്ചു കൊടുത്തിട്ട് താങ്ക് യു കേട്ടോ എന്ന് പറയാൻ മനക്കരുത്തുള്ള എത്ര പേരുടെ ഉണ്ടാവില്ലെന്നറിയാം. 1-2 പേരൊക്കെ ഉണ്ടാവും പറയാം. പക്ഷെ മറന്നു പോകരുത് ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം മണിയുടെ വൈബ്രേഷൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മാത്രം ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പഠിച്ചോളൂ. പിന്നെ ജീവിത വിജയത്തിന്റെ രഹസ്യത്തിൽ ഇതെല്ലാം വളരെ 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 ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്നു. പിന്നെ ജീവിത വിജയത്തുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ക്ലാസ്സുകൾ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കിട്ടും. അതൊക്കെ യൂട്യൂബ് മെമ്പേഴ്സ് ഉള്ളി മാത്രമായിരിക്കും കിട്ടുക. കാരണം ജീവിത വിജയത്തിന്റെ രഹസ്യങ്ങളെ പറ്റിയ ക്ലാസ്സുകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വളരെ കുറവായിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കായിരിക്കും. പിന്നെ അതിന്റെ കുറച്ച് ടിപ്സുകൾ, കാര്യങ്ങൾ മെമ്പേഴ്സ് ഉള്ളിലും ഗ്രൂപ്പ് യൂട്യൂബ് ചാനലും ഉണ്ടാവും. ബാക്കിയൊക്കെ നോർമൽ ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ, ലോ ഓഫ് അട്രാക്ഷൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പുറത്തു കടക്കാൻ ഇന്ന് ഒരാൾ പറഞ്ഞതാണ് എന്നോട്. ഞാൻ കഴിഞ്ഞ തൃശ്ശൂർ പ്രോഗ്രാമിന് ശേഷം
ഒരു ഘടകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരാൾ എന്നോട് സംശയം ചോദിക്കേണ്ട, ഇപ്പൊ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ 2 ടെക്നിക്കുകളായിട്ട് പറഞ്ഞു കൊടുത്തു. അത് കൃത്യമായി ചെയ്ത് ആ കടബാധ്യതയിൽ നിന്ന് അവർക്ക് മുക്തനാവാൻ സാധിച്ചു എന്നുള്ളതാണ്. എങ്ങനെയെന്നൊക്കെ ഞാൻ ഇന്നൊരു ദിവസം പറഞ്ഞു തരാം. വളരെ കൃത്യമായിട്ട് അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചു. ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ആ ടെക്നിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു, എനിക്കതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചു എന്ന്. വളരെ നല്ല സന്തോഷമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വീണ്ടും സജസ്റ്റ് ചെയ്യുന്നത്. കടബാധ്യതയിൽപ്പെട്ടവര് ലോ ഓഫ് അട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജേർണി ടു ഹാപ്പിനെസ്സിൽ ജോയിൻ ചെയ്ത് ജീവിതത്തിൽ വിജയം നേടാനായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിച്ചു നോക്കുക. ജീവിത വിജയത്തിന്റെ രഹസ്യം വീണ്ടും പറയുന്നു. ഇനി അതിനെപ്പറ്റി നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് മാത്രം അടക്കുക. അന്ന് ഓരോ ആളെയും അറിഞ്ഞിട്ട് മാത്രമേ കോഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം ഓർമ്മിച്ച് ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ വാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. ഇത്തിരി ചൂടെടുക്കുന്നു ഇവിടെ, കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, മറ്റ് ക്ലാസ്സുകൾ കൂടിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1 മിനിറ്റ് സംസാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു. പറഞ്ഞോളൂ. സാറേ പറഞ്ഞോളൂ. പറയാനുള്ളവർ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞോളൂ. സാറേ ഒരു കാര്യം ചോദിക്കാതെ സാറേ. രമണി പറഞ്ഞോളൂ. സാറേ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കാം. സാറ് ഞാന് തൃശ്ശൂർ വന്നതാണ്. കല്ല് മെഡിറ്റേഷൻ എന്റെ മകന് വേണ്ടി ചെയ്തതാണ്. അവന് കാനഡയിൽ PR കിട്ടും. അത് കിട്ടുന്ന വരെ ചെയ്യണം സാർ? എങ്ങനെയാ വേണ്ടേ? കിട്ടുന്നവരും ചെയ്യണം. എപ്പോഴും റിസൾട്ട് കിട്ടുന്നവരും കാര്യം ചെയ്യണ്ടേ? നന്ദി. അതെ, താങ്ക് യു സാർ. ചെയ്തോളൂ കേട്ടോ. പെട്ടെന്ന് കിട്ടിയാൽ പെട്ടെന്ന് നിർത്താമല്ലോ, പെട്ടെന്ന് കിട്ടുമല്ലോ. ഓക്കെ, ശരി. താങ്ക് യു വെരി മച്ച്. അപ്പൊ നാളെ കാണാം. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir.